കുറച്ചു നേരം മുമ്പ് പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മാധ്യമപ്രവർത്തകൻ SV പ്രദീപിന്റെ മരണത്തിനിടയാക്കിയ ലോറി കണ്ടെത്തി. ഡ്രൈവർ കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു. അരുൺ, എവിടെ നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയത്? വിശദാംശങ്ങൾ എന്തൊക്കെ? അല്പസമയത്തിന് മുമ്പാണ് ഫോർട്ട് AC പ്രതാപൻ നായരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ ഡ്രൈവറെയും അതുപോലെ തന്നെ ഈ ടിപ്പർ ലോറിയും പിടികൂടിയിരിക്കുന്നത്. ഈഞ്ചക്കൽ വെച്ചാണ് ഈ വാഹനം ഡ്രൈവറെയും പ്രത്യേക സംഘം കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നേമം പോലീസ് സ്റ്റേഷനിൽ ഈ വാഹനത്തിലെ ഡ്രൈവറെയും എത്തിച്ചിട്ടുണ്ട്. ജോയി എന്നൊരു ഡ്രൈവറെയാണ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. നഗരത്തിന്റെ ഒരു ഭാഗത്ത് ലോഡ് മണ്ണുമായി ഈ പറഞ്ഞ അപകടം നടന്ന സമയത്ത് നെയ്യാറ്റിക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇയാൾ. അവിടെ മണ്ണിറക്കിയതിനു ശേഷം ഈ വിവരം അറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. എന്തായാലും ഈ തുടർന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇന്ന് പുലർച്ചയോടുകൂടി ഈ വാഹനം ഏതെന്ന കാര്യം അറിഞ്ഞിരുന്നു. അങ്ങനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വാഹനം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ കസ്റ്റഡി എടുക്കാനുള്ള വലിയ വിപുലമായ ഒരുക്കങ്ങൾ രാവിലെ തന്നെ പോലീസ് ചെയ്തിരുന്നു. അല്പസമയത്തിന് മുമ്പ് ഈഞ്ചക്കൽ ഭാഗത്തേക്ക് ഈ വാഹനം പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഈഞ്ചക്കൽ വെച്ച് ഈ വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവറെ കസ്റ്റഡി എടുത്ത് ഇപ്പോൾ വാഹനം പ്രദീപിനെ ഇടിച്ച വാഹനം ഇപ്പോൾ നേമം സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. ഡ്രൈവറെ ഇപ്പോൾ ഫോർട്ട് ACയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വരികയാണ്. മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ വാഹനം നിർത്താതെ പോയതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പോലീസിന് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? ഇല്ല, കാരണം അല്പസമയത്തിന് മുമ്പാണ് ഈ വാഹനവും ഡ്രൈവറെ കസ്റ്റഡി എടുത്തത്. ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലാണ് നിർത്താതെ പോയതെന്നും എവിടേക്കാണ് മണ്ണ് കൊണ്ട് നിക്ഷേപിച്ച ശേഷം വിവരം അറിഞ്ഞതിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിക്കുകയായിരുന്നു, എന്തുകൊണ്ട് നിർത്താതെ പോയി, ഈ വാഹനത്തിന് ഈ സമയം മണ്ണ് കൊണ്ടുപോകാനുള്ള അനുമതി ജിയോളജി വകുപ്പിന്റെയൊക്കെ അനുമതി സമയത്ത് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇനി ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ.